നമസ്കാരം. നിഷ്പക്ഷത്തിലേക്ക് സ്വാഗതം. ഒരു വ്യക്തിയുടെ പേരും മനസ്സും പരസ്പര പൂരകങ്ങളാകുക വളരെ വളരെ അപൂർവമാണ്. ഒരു സ്വഭാവശുദ്ധിയുമില്ലാത്ത ഒരാൾക്ക് ഉത്തമൻ എന്ന് പേര് വരാം. എന്നാൽ അത്തരത്തിലൊരു പേരല്ല ഭാഗ്യവശാൽ നമ്മുടെ സഖാവ് എ കെ ബാലന് വന്നത്. അദ്ദേഹത്തിൻ്റെ പേര് എ കെ ബാലൻ. പേര് പോലെ തന്നെ അദ്ദേഹം ഒരു ചെറു ബാലനെ പോലെ നിഷ്കളങ്കനാണ്. അതിൻ്റെ കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എ കെ ബാലൻ ഒരു സത്യം തുറന്നു പറഞ്ഞു. സത്യത്തിന് ബാലന് വളരെ ദീർഘദർശിയാണ് എന്ന് കേരളം മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കണ്ടപ്പോഴാണ്. അദ്ദേഹം സഖാക്കളോട് പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു പക്ഷേ നന്നായിട്ട് കാര്യങ്ങൾ പോയില്ലെങ്കിൽ നമ്മുടെ ചിഹ്നം നമുക്ക് നഷ്ടപ്പെടും, ചുറ്റിക അരിവാൾ നക്ഷത്രം നഷ്ടപ്പെടും, നമുക്ക് വേറെ ചിഹ്നങ്ങൾ തിരക്കി പോകേണ്ടി വരും. അപ്പോൾ വേറെ ചില ചിഹ്നങ്ങൾ അദ്ദേഹം സജസ്റ്റ് ചെയ്തു. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത് ഒന്ന് ഈ മരപ്പെട്ടിയോ അതല്ലെങ്കിൽ ഈനാമ്പേച്ചിയോ നീരാളിയോ അങ്ങനെ കുറേ ചിഹ്നങ്ങളുണ്ട്. ഇതിലേതെങ്കിലും ഒരു ചിഹ്നം ഒക്കെ നമ്മൾ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ കാണുകയാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി, കാര്യങ്ങളുടെ പോക്കത്ര പന്തിയല്ല എന്ന് മനസ്സിലായി. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ CPIയുടെ ഔദ്യോഗിക പാർട്ടി എന്നുള്ള പരിവേഷം പോയി കഴിഞ്ഞു, അംഗീകാരം പോയി കഴിഞ്ഞു. അപ്പോൾ ഇവിടെയുള്ള പ്രോബ്ലം CPMനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോയാൽ പാർട്ടി നിലനിൽക്കണമല്ലോ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ നല്ല ചിഹ്നങ്ങൾ നോക്കി വെക്കുന്നത് നന്നായിരിക്കും എന്നാണ് പറഞ്ഞത്. കാര്യങ്ങളുടെ കിടപ്പ് അതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ച ചില ചിഹ്നങ്ങളുണ്ട്. അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച മരപ്പെട്ടിയും ഈനാമ്പച്ചിയും ഒക്കെ. അതിലേത് വേണം, അതൊരു നിസ്സാര കാര്യമല്ല. അത് ബ്രാഞ്ച് കമ്മിറ്റി തൊട്ട് പോളിറ്റ് ബ്യൂറോ വരെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിത്. കാരണം ഇത് ഈ പ്രതിക്രിയാവാദികളും പെറ്റി ഭൂഷകളും തമ്മിലുള്ള അന്തർധാര കേരളത്തിൽ വളരെ ശക്തമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പരാജയം, അന്തർധാരയൊക്കെ ശക്തമാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയം അത്ര റാഡിക്കലായൊരു മാറ്റമല്ലെന്നുള്ള കാര്യം ബേബി സഖാവിനറിയാം. പക്ഷേ എല്ലാവർക്കും അതറിയണമെന്നില്ല. സാധാരണ സഖാക്കളെ ഈ പരാജയം വല്ലാതെ ഡീമോട്ടിവേറ്റ് ചെയ്യും, അവരെ വല്ലാതെ നിരാശരാക്കും. അതെന്തായാലും ശരി, അഥവാ നമുക്ക് നമ്മുടെ ഔദ്യോഗിക പാർട്ടി എന്നുള്ള പദവി, ദേശീയ പാർട്ടി എന്നുള്ള പദവി നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? അവിടാണ് ഈ നമ്മുടെ ചിഹ്നത്തിൻ്റെ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ഈ വിഷയം ചുമ്മാ ചർച്ച ചെയ്യാനൊക്കത്തില്ല. സ്വയം വിമർശനപരമായും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായ ചിഹ്നമേതാണ്? സത്യത്തിന് ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് നമ്മുടെ ഔദ്യോഗിക ചിഹ്നം നഷ്ടപ്പെട്ടു പോയാൽ ഏറ്റവും നല്ല ചിഹ്നം മരപ്പെട്ടിയാണ്. കാരണം മരപ്പെട്ടിയുടെ പ്ലസ് പോയിൻറ്റ്, ഒന്നാമത്തെ കാര്യം, നമ്മൾ പാർട്ടിക്കാരൊക്കെ വളരെ താത്വികന്മാരാണ്. ചുമ്മാ പറഞ്ഞാൽ അവർ ചിഹ്നമൊന്നും അങ്ങനെ ഏറ്റെടുക്കത്തില്ല. കൃത്യമായിട്ട് അവരെ ബോധ്യപ്പെടുത്തിയെങ്കിലേ പറ്റത്തുള്ളൂ. അല്ല സാധാരണ ഒരു ചിഹ്നമൊന്നും അങ്ങനെ പാർട്ടിക്കാർ ഏറ്റെടുക്കത്തില്ല. സഖാക്കളൊക്കെ രാഷ്ട്രീയ ബോധമുള്ളവരാണ്. എന്താണ് മരപ്പെട്ടിയുടെ പ്ലസ് പോയിൻറ്റ്? അതിലൊന്നാമത്തെ പ്ലസ് പോയിൻറ്റ്, ഈ പറയുന്ന മരപ്പെട്ടി നമ്മുടെ ക്ലിഫ് ഹൗസിൻ്റെ തട്ടുംപുറത്തെ സ്ഥിര താമസക്കാരനാണ് എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് കൈവശാവകാശമുള്ള ഒരാളാണ് നമ്മുടെ മരപ്പെട്ടി, ക്ലിഫ് ഹൗസിൻ്റെ തട്ടുംപുറത്തിരിക്കുന്ന മരപ്പെട്ടി. രണ്ടാമത് ഈ മരപ്പെട്ടിയുടെ ഒരു യോഗ്യത എന്ന് പറഞ്ഞാൽ മരപ്പെട്ടി ചെയ്യുന്ന ചില സേവനങ്ങളുണ്ട്. യാത്രയ്ക്ക് ഒരുങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ വസ്ത്രത്തിൽ പനിനീര് തളിച്ച് സുഗന്ധപൂരിതമാക്കുന്നതും ഈ നമ്മുടെ മരപ്പെട്ടിയാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെയാണ് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഒന്ന് നോക്കാമെങ്കിൽ ഈ ക്ലിഫ് ഹൗസിൽ സഖാവ് VK നായനാർ താമസിച്ചിട്ടുണ്ട്, VS അച്യുതാനന്ദൻ താമസിച്ചിട്ടുണ്ട്. അവരോടൊന്നും ഈ മരപ്പെട്ടി കാണിക്കാത്ത ഒരു സ്നേഹം, ഒരടുപ്പം എന്തായാലും ഭാഗ്യവശാൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് മരപ്പെട്ടി കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കഷ്ടപ്പെട്ട് മരപ്പെട്ടി ഈ പനിനീര് തളിച്ച് ഈ വസ്ത്രമൊക്കെ സുഗന്ധപൂരിതമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു സേവനം ചെയ്യുന്നതും ഈ മരപ്പെട്ടിയാണ്. മൂന്നാമത് മരപ്പെട്ടിയെ ചിഹ്നമായിട്ടെടുക്കാൻ മറ്റൊരു കാരണമുണ്ട്. ഈ ക്ലിഫ് ഹൗസ് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി താമസിക്കുന്ന സ്ഥലമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അവിടെ വരും, അവർ ചർച്ചകൾ ചെയ്യും. അങ്ങനെ കേരളത്തിലെ ജനനേതാക്കന്മാരെ, ജനലക്ഷങ്ങളുടെ പ്രതീക്ഷയായ ജനനേതാക്കന്മാരെ തട്ടുംപുറത്തിരുന്ന് നോക്കിക്കാണാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരു അസാധാരണ ജീവിയാണ് ഈ മരപ്പെട്ടി. ഇവരെല്ലാം മരപ്പെട്ടിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു കൊച്ചു കാര്യമാണെന്ന് ആലോചിക്കുന്നത്. വേറെ ഏത് ജീവിക്ക് കിട്ടും ഇവരെ എല്ലാം കൂടെ ഒന്നിച്ച് കാണാനുള്ളൊരവസരം? അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മരപ്പെട്ടി ചുമ്മാ അവിടെ ഇരിക്കുകയല്ല. തട്ടുംപുറത്തിരിക്കുന്ന മരപ്പെട്ടി രാവും പകലും കേൾക്കുന്നത് മുഴുവൻ വിപ്ലവ ചർച്ചകളാണ്.
ജനകീയ ജനാധിപത്യം എങ്ങനെ നടത്താം, അതാണ് ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ ഈ ജനകീയ ജനാധിപത്യ വിപ്ലവം എങ്ങനെ നടത്താം എന്നുള്ളതിൻ്റെ അടവും തന്ത്രവും നന്നായിട്ട് പഠിക്കാൻ ഈ പറഞ്ഞ നമ്മുടെ മരപ്പട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ മറ്റ് മരപ്പട്ടികളുടെയൊക്കെ മനസ്സിൽ നരിശീറും എലിയുമൊക്കെ ആണെങ്കിൽ നമ്മുടെ ക്ലിഫോസിലെ മരപ്പട്ടിയുടെ മനസ്സിൽ ചെഗുവേരയും മാവോയും സ്റ്റാലിനും ഒക്കെയാണ്. അവർ മരപ്പട്ടി ആ ഒരു ലെവലിൽ നിൽക്കുന്നൊരു മരപ്പട്ടിയാണ് അവിടെ ഇരിക്കുന്നത്. അഞ്ചാമതായിട്ട് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് നമ്മുടെ ഈ സ്ഥാനാർത്ഥിക്ക് ഈ ചിഹ്നത്തിനൊരു പ്രത്യേകത, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചിഹ്നത്തിന് ഈ നേതാക്കന്മാരെ എല്ലാം അറിയാം. ഓരോ നേതാവും മത്സരിക്കുന്ന സ്ഥലത്തെ ആ സ്ഥാനാർത്ഥി സ്ഥലം ഇതെല്ലാം മരപ്പട്ടിക്കറിയാം. മരപ്പട്ടിയെ സ്ഥാനാർത്ഥിക്കും സുപരിചിതനാണ്. മരപ്പട്ടിയെക്കുറിച്ച് നമ്മൾ പത്രത്തിൽ വായിച്ചാണ്. അപ്പോൾ സ്ഥാനാർത്ഥിക്കും സുപരിചിതനാണ് ഈ മരപ്പട്ടി എന്ന് പറയുന്നത്. അപ്പോൾ മരപ്പട്ടിയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ചിഹ്നം. മരപ്പട്ടിയെ CPM എടുത്താൽ CPIക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ചിഹ്നമുണ്ട്. ബാലൻ സഖാവ് തന്നെ പറഞ്ഞ 2 ചിഹ്നങ്ങളിൽ പ്രധാന 2 ചിഹ്നം, ഒന്ന് മരപ്പട്ടിയും മറ്റൊന്ന് ഈനാമ്പേച്ചിയുമാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ഈനാമ്പേച്ചിയെ CPIക്ക് കൊടുക്കണം. CPI എന്ന് പറഞ്ഞാൽ വല്യേട്ടൻ്റെ പിന്നിൽ അനുസരണയോടെ നിൽക്കുന്ന ഒരു ചെറിയ അനിയനാണ്, കൊച്ചനിയനാണ് CPI. കണ്ണടച്ച് കിണറ്റിച്ചാടാൻ പറഞ്ഞാൽ കണ്ണുമടച്ച് കിണറ്റിച്ചാടും. അതാണ് CPIയുടെ പ്രത്യേകത. തന്നെ ബിനോയ് വിശ്വം സഖാവിന് വേറൊരു പ്രത്യേകതയും കൂടെ. സാധാരണഗതിയിൽ ഈ പാർട്ടി നേതാക്കന്മാർ, പാർട്ടി സംസ്ഥാന സെക്രട്ടറിമാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നതിന് നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള ഒരു സ്ഥിതി, പാർട്ടി കമ്മിറ്റി കൂടി അത് ചർച്ച ചെയ്ത് ഏറ്റവും അനുയോജ്യനായ ഒരാളെ നേതാവാക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ബിനോയ് വിശ്വം അങ്ങനല്ല വന്നത്. ബിനോയ് വിശ്വം സഖാവ് വന്നത്, കാനൻ രാജേന്ദ്ര സഖാവ് ഒരു വിൽപ്പത്രം എഴുതി വെച്ചു. ആ വിൽപ്പത്രത്തിൽ കാനൻ സഖാവ് പറഞ്ഞു, എൻ്റെ കാലശേഷം, എൻ്റെ മരണശേഷം ഈ MN സ്മാരകവും ഇത് നിൽക്കുന്ന സ്ഥലവും ഇതിലെ വിഭവങ്ങളും പല വൃക്ഷങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ഫർണിച്ചറും ഇതെല്ലാം എൻ്റെ അനന്തരാവകാശി ബിനോയ് വിശ്വം സഖാവിന് കൊടുക്കേണ്ടതാണ്, അദ്ദേഹത്തിന് ഇത് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞു. ഈ ഒരു വിൽപ്പത്രം കയ്യിലുണ്ടായിരുന്നത് രാജാ സഖാവിൻ്റെ കയ്യിലായിരുന്നു. രാജാ സഖാവ് വളരെ സ്വാത്വികനും സൗമ്യനുമൊക്കെയാണ്. ആ രാജാ സഖാവ് വന്ന് ഈ വിൽപ്പത്രം പൊട്ടിച്ച് വായിച്ചു പറഞ്ഞു, നമ്മുടെ കാനൻ സഖാവ് ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്, അതുകൊണ്ട് ചർച്ചയൊന്നും വേണ്ട, പ്രകാശ് ബാബുവിന് ഇതിനെക്കുറിച്ച് സ്വപ്നം പോലും കാണണ്ട. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ബിനോയ് വിശ്വം സഖാവാണ് ഈ പാർട്ടിയെ നയിക്കാൻ ഏറ്റവും അനുയോജ്യൻ എന്ന് പറഞ്ഞു. അപ്പോൾ ബിനോയ് വിശ്വം സഖാവ് ഈ പാർട്ടിയെ നയിക്കുന്ന ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഗോവിന്ദൻ മാസ്റ്ററുടെ കൂടെ ഏറ്റവും അനുസരണശീലമുള്ള, ഏറ്റവും പിന്നിൽ നടക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഈനാമ്പേച്ചിയെ കൂടെ കൊടുത്താൽ തീർച്ചയായിട്ടും അടുത്ത് വരാൻ പോകുന്ന 2026, 2029 ഇങ്ങനെ തിരഞ്ഞെടുപ്പ് ഇനി വന്നുകൊണ്ടിരിക്കും. അവിടെയൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെച്ചടി കയറ്റമായിരിക്കും. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, മരപ്പട്ടി വരുമെന്നും എല്ലാം ശരിയാകുമെന്നും നമുക്ക് സ്വപ്നം കാണാം. അങ്ങനെ ദേശീയ ജനാധിപത്യ വിപ്ലവവും ജനകീയ ജനാധിപത്യ വിപ്ലവവും രണ്ടും സമഞ്ജസമായി സമ്മേളിച്ച് കേരളം ഒരു വലിയ ഒരു വിപ്ലവ കേന്ദ്രമായി മാറുകയും വലിയ വികസനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വികസനം കൊണ്ട് കേരളീയരെ വീർപ്പുമുട്ടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമസ്കാരം.